ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ ചാപ്റ്റർ 3 വേഴ്സസ് 1-17. ഇന്ന് വലിയ നോയമ്പിൻ്റെ 25-ാം ദിവസമാണ്. പകുതി നോയമ്പായി. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നോട്ടം, ലുക്കിംഗ് ടു ദ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്. ക്രൂശ് അനുരഞ്ജനത്തിൻ്റെയും പ്രത്യാശയുടെയും പാത. ക്രൂശ് ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൽ ഏറ്റവും മഹത്തായ പ്രതീകമാണ്. അത് അനന്തമായ സ്നേഹത്തെയും മനുഷ്യരാശിയുടെ മോചനത്തിനായുള്ള യേശുവിൻ്റെ ത്യാഗത്തെയും പ്രതിനിധീകരിക്കുന്നു. ഈ ധ്യാനത്തിൽ ക്രൂശിൻ്റെ അനുരഞ്ജനവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കാം. 5 ചെറിയ കാര്യങ്ങളാണ് പറയാനുള്ളത്. 1. ക്രൂശ് ദൈവസ്നേഹത്തിൻ്റെ പരമാവധി. യേശുവിൻ്റെ ക്രൂശുവേദന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ പരമാവധി പ്രകടനമാണ്. യോഹന്നാൻ 3:16. ഈ വാക്യം ക്രൂശിൻ്റെ അർത്ഥത്തെ വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ ഈ മഹത്തായ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു? നമ്മൾ ഈ സ്നേഹത്തെ അനുഭവിക്കുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ചെയ്യുന്നതിൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നു? 2. അനുരഞ്ജനത്തിൻ്റെ പാത. യേശുവിൻ്റെ ക്രൂശുവേദന മനുഷ്യരാശിയുമായി ദൈവത്തിൻ്റെ അനുരഞ്ജനവും പുനഃസ്ഥാപിക്കുന്നതിനുള്ള മാർഗമായിരുന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. എഫേഷ്യൻ 2:14. ക്രൂശ് മനുഷ്യരാശിയുമായി ദൈവത്തിൻ്റെ സമാധാനവും പുനഃസ്ഥാപിക്കുവാനുള്ള മാർഗമാണ്. നൈരാശ്യവും വ്യത്യാസങ്ങളും മറികടന്ന് സമാധാനത്തിനായി പ്രവർത്തിക്കുന്നതിൽ ഈ നോൻപുകാലത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. 3. ക്രൂശ് പ്രത്യാശയുടെ അടയാളം. ക്രൂശ് നിരാശയുടെ അടയാളമല്ല, മറിച്ച് പ്രത്യാശയുടെ പ്രതീകമാണ്. യേശുവിൻ്റെ ഉയർപ്പ് ക്രൂശിൻ്റെ വേദനയ്ക്ക് ശേഷം വന്ന പ്രത്യാശയുടെ സന്ദേശമാണ്. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് പ്രത്യാശയുണ്ട്. റോമർ 6:8. ക്രൂശ് നമ്മെ പ്രത്യാശയുടെ പുതിയ ജീവിതത്തിലേക്ക് വിളിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വാസം സ്ഥാപിച്ചും പ്രത്യാശയുടെ സന്ദേശം നോമ്പുകാലത്ത് നമുക്ക് പങ്കിടാം. 4. ക്രൂശ് ക്ഷമയുടെ പാഠം. ക്രൂശിൽ നിന്ന് യേശു ലോകത്തോട് നൽകിയ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നാണ് ക്ഷമ. പിതാവേ, ഇവരോട് ക്ഷമിക്കണമെന്ന് യേശു ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന ക്ഷമയുടെ മഹത്വത്തെ വ്യക്തമാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദോഷം ചെയ്തവരോട് ക്ഷമിക്കാൻ കഴിയണം. ക്ഷമയിലൂടെ സമാധാനം സ്ഥാപിക്കാൻ നാം ശ്രദ്ധിക്കണം. 5. ക്രൂശിൻ്റെ വിളി, സ്നേഹത്തിനുള്ള ആഹ്വാനം. ക്രൂശ് സേവനത്തിനുള്ള ആഹ്വാനമാണ്. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മാത്യു 16:24. ക്രൂശ് നമ്മെ സേവനത്തിനും ത്യാഗത്തിനും വിളിക്കുന്നു. ക്രൂശിൻ്റെ സന്ദേശം അനുസരിച്ച് നമ്മുടെ സഹജീവികൾക്ക് സേവനം ചെയ്യാൻ നമ്മെ സമർപ്പിക്കാം. ക്രൂശിൻ്റെ ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് നാം ലോകത്തിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമായി മാറാം. ആയതിന് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.